പ്രിയപ്പെട്ടവരെ, ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അജണ്ട MLA-മാരുടെ വിപ്പ് സംബന്ധിച്ച് ഉള്ള ഒരു കാര്യമാണ്. അത് ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ബഹുമാനായ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സ്റ്റീഫൻ ജോർജ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് ഈ പ്രധാനപ്പെട്ട അജണ്ട നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 24-ാം തീയതി നിയമസഭയിൽ അവിശ്വാസ പ്രമേയവും രാജ്യസഭ വോട്ടെടുപ്പും ഉണ്ടായി. അതിൽ വിട്ടുനിൽക്കുവാൻ MLA-മാർക്ക് ബഹുമാനായ പാർട്ടിയുടെ വിപ്പ് ശ്രീ റോഷി അഗസ്റ്റൻ MLA-മാർക്ക് വിപ്പ് കൊടുത്തിരുന്നു. ആ വിപ്പ് ചിലർ ലംഘിച്ചു. ബഹുമാനായ ശ്രീ PJ-യും ശ്രീ മോൻസ് ജോസഫ് MLA-യും ലംഘിക്കുകയുണ്ടായി. അവർക്കെതിരെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ 1986 റൂള് 3(6) അനുസരിച്ച് ഒരു നിയമ നടപടിയുണ്ട്. എന്നാണോ വിപ്പ് ലംഘിച്ചത് ആ ദിവസം തൊട്ട് 15 ദിവസത്തേക്ക് അത് കണ്ടോൺ ചെയ്യാൻ, അത് വേണോ വേണ്ടയോ എന്ന് ഒരു 15 ദിവസം സമയം കൊടുക്കണം. കണ്ടോൺ ചെയ്യേണ്ടത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്, പ്രധാനപ്പെട്ട ബോഡിയാണ്. അത് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനം. നാളെ അത് 15 ദിവസം പൂർത്തിയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അടിയന്തരമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് വിളിച്ചു ചേർത്ത് ഈ കാര്യം അവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ചർച്ച ചെയ്ത് ഇങ്ങനെ വിപ്പ് ലംഘിച്ചു, ആ ലംഘിച്ചത് നമ്മൾ കണ്ടോൺ ചെയ്യണമോ, പാർട്ടി കണ്ടോൺ ചെയ്യണമോ വേണ്ടയോ. അപ്പോൾ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഏകകണ്ഠമായി അത് കണ്ടോൺ ചെയ്യേണ്ട, പക്ഷേ ഇതിനെതിരെ ഡിസ്ക്വാളിഫിക്കേഷൻ നടപടി എടുക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ നടന്ന് 31 ദിവസമാണ്. അതിനകത്താണ് സ്പീക്കർക്ക് കൊടുക്കേണ്ടത്. ഈ 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത 15 ദിവസമാണ്. ബഹുമാനായ ശ്രീ റോഷി അഗസ്റ്റൻ പാർട്ടിയുടെ വിപ്പ് അതിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് സ്പീക്കർക്ക് ഈ 2 MLA-മാർക്കെതിരെ ഡിസ്ക്വാളിഫിക്കേഷൻ അതിൻ്റെ പെറ്റീഷൻ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, നിയമസഭയുടെ രേഖയിൽ വിപ്പ് കൊടുക്കാനുള്ള അധികാരം ബഹുമാനായ MLA ശ്രീ റോഷി അഗസ്റ്റൻ പാർട്ടിയുടെ വിപ്പാണ്. 2, സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. 3, വളരെ വ്യക്തമായി ഇലക്ഷൻ കമ്മീഷൻ ഈ പാർട്ടിയുടെ യഥാർത്ഥ പാർട്ടി ഏതാണെന്നും ചിഹ്നമാർക്കാണെന്നും ഇതിൻ്റെ അധികാരമാർക്കാണെന്നും ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതം വളരെ 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 ഗുരുതരമായിരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ പറയാനും കൂടി ആഗ്രഹിക്കുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഇവിടെ ഉണ്ടായത്, ഒരു പക്ഷേ നിങ്ങൾക്കും പ്രധാനമായും ആകാംക്ഷയോടെ കാണുന്നത് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് 50ഓളം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ
കേരള സംസ്ഥാനത്ത് വരാൻ അല്ലെങ്കിൽ ഉള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ അത് എടുത്തേക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് എന്താണ്? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പലവട്ടം ഞങ്ങൾ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സംസാരിച്ചു. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ സൂചിപ്പിച്ചത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കും. ഞങ്ങളുടെ ഒരു കാത്തിരിപ്പ് പ്രധാനമായും ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം വരട്ടെ എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അത് വന്നു, കഴിഞ്ഞ ദിവസം വന്നു. ഏതൊക്കെയാലും അധികം കാത്തിരിക്കേണ്ട കാര്യമില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് സ്റ്റിയറിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചൊരാവശ്യമാണ്. വളരെ വേഗത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ നിലപാട് കേരള കോൺഗ്രസ് എടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ ഇലക്ഷൻ കമ്മീഷൻ പൊതുവെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. എന്നാണ് കുട്ടനാട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം? അതിന് കൃത്യമായ ഒരു നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുട്ടനാട് തെരഞ്ഞെടുപ്പ് എക്കാലവും കേരള കോൺഗ്രസ് എം മത്സരിക്കുകയും 2 ചിഹ്നത്തിൽ മത്സരിച്ച അവിടെയും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു, ഏത് തീരുമാനം വേണം, എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കണം എന്നുള്ളത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. ആ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമുണ്ട്. അവിടെ ഏതൊക്കെയാലും കുട്ടനാടിലെ കേരള കോൺഗ്രസ് പാർട്ടി, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചതാണ്. സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു സബ് കമ്മിറ്റി തന്നെ ഉണ്ടായിരുന്നു. അവിടെ പോയി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയുണ്ടായി. കേരള കോൺഗ്രസും വളരെ സജ്ജമാണ്, വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. പക്ഷെ അവിടുത്തെ നിലപാട് എന്തായിരിക്കും, എന്ത് തീരുമാനമായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിന് നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല. അത് വരുന്ന മുറയ്ക്ക് അതിൻ്റെ തീരുമാനവും ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, നമുക്കറിയാവുന്നതുപോലെ സാധാരണ രീതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഇപ്പോൾ പാലായിലെ കാര്യം എടുത്താൽ, അവിടെ ഐക്യജനാധിപത്യ മുന്നണിയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്, ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കേട്ടു പിറ്റേ ദിവസം തന്നെ ശ്രീ PJ ഞങ്ങളാണ് മത്സരിക്കുന്നത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. അത് ഏത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്കൊക്കെ അറിയാൻ ആഗ്രഹമുള്ളത്, ഏത് ചിഹ്നത്തിൽ അവർ മത്സരിക്കും, ഏത് മേൽവിലാസത്തിൽ അവർ മത്സരിക്കും. ഒരു കാരണവശാലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ മേൽവിലാസത്തിലോ ഒരു 2 ചിഹ്നത്തിലോ ഒരിക്കലും അവർക്ക് മത്സരിക്കാൻ കഴിയില്ല. കാരണം എന്താ? വ്യക്തമായി 2 ചിഹ്നവും കേരള കോൺഗ്രസ് പ്രസ്ഥാനം എമ്മും അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ടു, UDF ഒരു സ്ഥാനാർത്ഥിയെ പാലായി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണ്, UDFൻ്റെ ചെയർമാനാണ് പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞ് ചിഹ്നം ചോദിച്ചപ്പോൾ
അത് തരില്ല എന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 25 ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു പാലായിലെ തെരഞ്ഞെടുപ്പ്. ആ ഓഗസ്റ്റ് 25 മുമ്പ് ഓഗസ്റ്റ് 23 തന്നെ ബഹുമാന്യ PJ ഇലക്ഷൻ കമ്മീഷന് ലെറ്റർ എഴുതിയിരിക്കുന്നു. എന്താ? പാലാ ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് സ്ഥാനാർത്ഥിയില്ലേ എന്നും 2 ചിഹ്നം ആർക്കും കൊടുത്തിട്ടില്ല എന്നും ഇത് കൊടുക്കാൻ പാടില്ല എന്നും. UDF ദുർബലപ്പെടുത്തുന്നതല്ലേ? ഇതാരും കണ്ടില്ലേ? അവിടെ അത് സംഭവിച്ചു. ഇനി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കാലത്തിൻ്റെ നീതിയാണ് അല്ലേ? എനിക്കതിൽ കൂടെ ഒന്നും പറയാം. ഇവിടെ മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഒന്ന്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോൾ വളരെ വ്യക്തമായി ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ പാർട്ടിയിലുണ്ടായിരിക്കുന്ന ഡിസ്പ്യൂട്ടിനെ പറ്റിയും ഇതിൻ്റെ സ്പ്ലിറ്റിനെ പറ്റിയും ഉണ്ടായിട്ടുള്ള പോരാട്ടത്തിന് ശേഷം അതിൽ വളരെ ഗൗരവമായി ഓരോ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഹിയറിംഗ് നടത്തി, ഇലക്ഷൻ കമ്മീഷൻ ഒബ്സർവേഷൻ നടത്തി, അതിനകത്ത് ഈ പറയുന്ന അതിൻ്റെ ഓരോ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്ത് അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, മജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അത് ലെജിസ്ലേറ്റീവിൻ്റെയും ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പരമോന്നത ഭരണ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു. എന്താണ് പ്രഖ്യാപിച്ചത്? കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അംഗീകാരവും അവകാശവും ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന ആ പാർട്ടിക്കാണ്, അവരോടൊപ്പമുള്ളവർക്കാണ്. ഇത് പറഞ്ഞതിന് ശേഷവും ഇന്ന് ആ ഭരണഘടനാ സ്ഥാപനത്തിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് അവർക്ക് എന്ത് പറയാനാ? അപ്പോൾ ഇതിന് ഒരു തോറ്റു തുന്നം പാടിയവരുടെ വിലാപം എന്ന് മാത്രമേ പറയാം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ കേരള കോൺഗ്രസ് പാർട്ടി ഇന്നെടുത്ത തീരുമാനം സംഘടനാപരമായും രാഷ്ട്രീയപരമായും ശക്തിപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, ജനകീയ വിഷയങ്ങളുണ്ട് വളരെ, ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇവിടെ കൃത്യമായി ഇതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓർഡറിൽ ഇത് നമ്മൾ പലവട്ടം കണ്ടതാണ്. എങ്കിലും കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ഇത് കമ്മീഷൻ ഹിയർ ബൈ പാസസ് ദിസ് ഓർഡർ വിത്ത് 2:1 majority that the group led by Jose K. Mani is the Kerala Congress Mani and is entitled to use its name and reserved symbol 2 leaves for the purpose of election symbol reserved and allotment order 1968. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? കേരള കോൺഗ്രസ് എമ്മും ഇപ്പുറത്താണ്, ചിഹ്നവും ഇപ്പുറത്താണ്, ലീഡർഷിപ്പ് ഇടത്തിട്ടാണ്, നേതൃത്വവും ജോസ് കെ മാണിയാന്ന് പറയുന്നു, അതും ഞങ്ങളാന്ന് പറയുന്നു. ഇതിനപ്പുറത്ത് ഇനി എന്താ വേണ്ടത്? അതും മാത്രമാണോ? ഇതിനകത്ത് അവർ കുറച്ച് അഫിഡവിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അഫിഡവിറ്റിലെ ചില നൂലാമാലകൾ, ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് അവിടെ വന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് അഫിഡവിറ്റുകൾ കൊടുത്തു. ഈ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോമൺ ആയിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റികൾ 174
അത് കേരള കോൺഗ്രസ് എമ്മിനോടൊപ്പമാണ്, മജോറിറ്റി ഉണ്ട് എന്നൊക്കെയാണ്. അതിൻ്റെ ഏറ്റവും അവസാനം അതിനകത്ത് ചില ഡിസ്പ്യൂട്ട് അവർ പറഞ്ഞത് ആ പറഞ്ഞ അഫിഡവിറ്റ് കൊടുത്തതിനകത്ത് ചില വാക്കുകൾ ഉപയോഗിച്ചത് കുറച്ചുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമായിരുന്നു. അതാ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഈ വാക്കൊന്ന് പാരാ 50 നിങ്ങളുടെ ശ്രദ്ധയിലേക്കാണ്. The commission is not convinced by the above mentioned contention of the respondent. Are a respondent? Sri PJ. The affidavit that the respondent is disputing state as follows. എന്താണ് ഡിസ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്? നമ്മൾ എഴുതിയ വാക്കാണ്. On the basis of this notice, I was present and participated in the state committee meeting of Kerala Congress which was held on 16/6/2019 at 2 p.m. at CSI Retreat Center, Kottayam. In the said meeting, Sri Jose K. Mani MP was unanimously elected as chairman in the Kerala Congress. ഇതാണ് അഫിഡവിറ്റ് കൊടുത്തത്. ഇതിനകത്ത് എങ്ങനെയല്ലായിരുന്നു, ഇച്ചിരി ഇങ്ങനെ വേണമായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് എന്താണ്? It is clear from the language of the disputed affidavits that they unanimously elected the petitioner. Who is the petitioner? Petitioner Jose K. Mani. As chairman of the party, which is sufficient proof of their allegiance to the petitioner. As the chairman of the party. ഇലക്ഷൻ കമ്മീഷനും മനസ്സിലായി നമ്മുടെ ലീഡർഷിപ്പിനെ പറ്റി. ഇതുമായി ബന്ധപ്പെട്ട് മുൻസിഫ് കോടതിയിൽ ചിലപ്പോൾ അവിടെ ഒരു സ്റ്റേ ഉണ്ടാകും. അതെപ്പോഴാണ് ഉണ്ടായത്? ആ സ്റ്റേ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടി ഒന്നിച്ചു തീർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പ് നടത്തിയത് ചില പ്രോപ്പർ ആയില്ല എന്നുള്ളതാണ്. അത് 2 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരാണ് അവിടെ പോയി പരാതിപ്പെട്ടത്. സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്തത് പക്ഷേ അതിനുശേഷം ഈ പാർട്ടി 2ആണെന്നും കേരള കോൺഗ്രസ്, യഥാർത്ഥ കേരള കോൺഗ്രസ് ഇത് നമ്മളോടൊപ്പമാണെന്നും കൃത്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ പരാതി കൊടുത്തവരെല്ലാം അപ്പുറത്താണ്, അവർ വിട്ടുപോയിരിക്കുന്നു പാർട്ടിയിൽ നിന്ന്. അത് ഞങ്ങൾ കോടതിയെ കാണിക്കേണ്ടതുണ്ട്. അത് വരട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥ ചിത്രം. ഞാനിതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഡൗട്ടുകൾ അല്ല. ഇലക്ഷൻ കമ്മീഷൻ ആരാണ് ചെയർമാൻ, അല്ലെങ്കിൽ ആരാണ് ഈ പറഞ്ഞ ഓഫീസർ, സെക്രട്ടറി, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പരിധി വരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും കൃത്യമായി ആ പാരാ 50 ഇപ്പം ഞാൻ വായിച്ചതാണ്. Para 50, it is clear from the language of the disputed affidavit that they unanimously elected the petitioner as chairman. ഇതിപ്പോൾ കോടതിയിൽ എടുത്തതെന്നാണ് നമ്മൾ ഒരുമിച്ച് നിന്നപ്പോൾ. ഇപ്പോൾ ഈ പെറ്റീഷണറായ മനോഹരനും ഫിലിപ്പ് എന്ന് പറഞ്ഞ 2 പേരല്ല, അവർ പോലും ഇപ്പോൾ അവർ പുറത്തേക്ക് പോയിരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് പോയിരിക്കുന്നു. ഇനിയെങ്കിലും UDF-മായി സഹകരിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് നിങ്ങളെ UDF യോഗത്തിലേക്ക് വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്കെങ്കിലും എത്തിയിട്ടുണ്ടോ? എന്നോടൊപ്പം പറഞ്ഞിരിക്കുന്നത് UDF-ന് ജയിച്ച സ്ഥാനമാനങ്ങൾ രാജിവെക്കേണ്ട ഒരു മാന്യത കാണിക്കണം. ഞങ്ങൾ സ്വതന്ത്ര നിലപാട്, ഞങ്ങളെ പുറത്താക്കി, കേരള കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കി. ഞങ്ങൾ പുറത്തു പോയതല്ലല്ലോ, പുറത്താക്കി. കേരള കോൺഗ്രസ് പാർട്ടി തെറ്റ് തിരുത്തി വരണം എന്നാണ് പറഞ്ഞത്. എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ പറ. അല്ല, ഞാനത് പറഞ്ഞല്ലോ. കേരള കോൺഗ്രസ് പാർട്ടി തെറ്റ് തിരുത്തി വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ മെസ്സേജാണ് ഞാൻ കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടി എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. പാലാ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ UDF-നെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ വന്നല്ലോ. കുട്ടനാട് തെരഞ്ഞെടുപ്പിൽ എന്താണ് വരാൻ, ഏത് ചിഹ്നത്തിൽ മത്സരിക്കും? ഇപ്പോൾ PJ-യുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, എന്താകട്ടെ, ഏത് ചിഹ്നത്തിൽ മത്സരിക്കും? അപ്പം ജനാധിപത്യപരമായ കാര്യങ്ങൾ പോകണ്ടേ, അല്ലെങ്കിൽ കൃത്യതയോടുകൂടി കാര്യങ്ങൾ പോകണ്ടേ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മാന്യതയുണ്ട്. ഞങ്ങൾക്ക് ആരെയും തള്ളിപ്പറയേണ്ട കാര്യമില്ല.
ഞങ്ങളെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പൊക്കോളാം. തള്ളി പറയുന്നതിനെ വീണ്ടും തള്ളി പറയാമോ? ഞാൻ പറഞ്ഞത് ഞങ്ങൾ ആരുമായിട്ട് ഇത്രയും നാളായല്ലോ നിങ്ങളുണ്ടല്ലോ, ഞാൻ ആരേലുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ? ഒരാളുമായിട്ട് ചർച്ചയില്ല. കോൺഗ്രസ് പാർട്ടിയായിട്ടോ UDF-ഉമായിട്ടോ LDF-ഉമായിട്ടോ BJP-യുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം, കേരള കോൺഗ്രസ് പാർട്ടി അടിസ്ഥാനം വളരെ അടിത്തറയുള്ള പാർട്ടിയാണെന്നും ജനപിന്തുണയുള്ള പാർട്ടിയാണെന്നും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ ഞാൻ നേരുകയാണ്. അല്ല ഞാൻ പറഞ്ഞത് അതല്ല, ഞാനത് പറഞ്ഞല്ലോ. അതുകൊണ്ടല്ലോ ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടി അത് വളരെ ജനപിന്തുണയുള്ള അടിത്തറയുള്ള ഒരു പാർട്ടിയാണ്. സ്വതന്ത്രമായ നിലപാടെടുത്തിരിക്കുന്നു. തീർച്ചയായും അവരെല്ലാവരും നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അതിന് അല്ല അവർ പറഞ്ഞല്ലോ വരാൻ, ഈ പറയുന്ന അവർ പറഞ്ഞല്ലോ എത്ര പ്രാവശ്യം വിളിച്ചു. പക്ഷേ തെറ്റിതിരുത്തി വരാനാ പറഞ്ഞത്. എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് പറയണം. അല്ല അങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ചർച്ചയിലേക്ക് പോയില്ല. നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്തു, ആലോചിച്ച് തീരുമാനമെടുക്കുക. എന്തായാലും അവർ അനീതി ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് UDF. അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നേതാക്കന്മാർ പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത്, നമ്മൾ എന്ത് തെറ്റ് ചെയ്തു. അനീതി നിങ്ങളോട് ചെയ്തു എന്ന് ബോധ്യം മറ്റ് നേതാക്കൾക്കുണ്ട്, അണികൾക്കുണ്ട്. അവരോട് ഇനി നിങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുമെന്ന് സ്ട്രൈറ്റ് ആയിട്ട് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. വരട്ടെ, അത് നമ്മൾ സ്വതന്ത്ര നിലപാടല്ലേ എടുത്തിരിക്കുന്നത്. അല്ല ഞാനതാ പറഞ്ഞത്. കേരള കോൺഗ്രസ് പാർട്ടി വളരെ അടിത്തറയുള്ള ജനപിന്തുണയുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പല മുന്നണികളും നമ്മളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെല്ലാം പ്രത്യേകം നന്ദി നേരുകയാണ്. അവരോട് നന്ദി അറിയിക്കുക. അല്ല അത് നമ്മളുമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കാനായിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തോ അതെ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ തീരുമാനം എത്രയും വേഗത്തിലുണ്ടാവും. ഉണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം കയ്യിലുണ്ട്. ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ഏതൊക്കെയാലും ഇലക്ഷൻ കമ്മീഷൻ എനിക്കറിഞ്ഞുകൂടാ, ഞാനത് വാച്ച് ചെയ്തില്ല. ഇലക്ഷൻ കമ്മീഷനിൽ കുട്ടനാട് തെരഞ്ഞെടുപ്പ് ഇന്ന ഡേറ്റിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. മൊത്തമായ തെരഞ്ഞെടുപ്പുകളിൽ ഇതും വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് ഉണ്ടാകും എന്ന് 100% പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ട്. ഏതൊക്കെയാലും എൻ്റെ അതെ നോട്ടിഫിക്കേഷൻ വരട്ടെ. പക്ഷേ അതിന് വരുന്നതിന് മുമ്പായിട്ട് ഈ തീരുമാനം ഉണ്ടാകും. അല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഒരു സ്വതന്ത്ര നിലപാടല്ല എടുത്തിരിക്കുന്നത്. ആ സ്വതന്ത്ര നിലപാടിൽ അതിനെപ്പറ്റി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. കൃത്യമായി ഞാൻ പറഞ്ഞു, വെയിറ്റ് ആൻഡ് സീ, അധികം കാത്തിരിക്കണ്ട. ഇതുവരെ പോകാൻ ഞാൻ അതിന് പ്രതികരിക്കുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള അംഗങ്ങൾക്ക് അയോഗ്യതയുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കണം. അത് നേരത്തെ പ്ലാൻ ഉണ്ടാക്കണം. അതിനൊന്നും ഉണ്ടോ? അത് സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തു. അതാത് പ്രദേശങ്ങളിൽ അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഞാനത് പ്രതികരിക്കുന്നില്ല. സ്വാഗതം ചെയ്തതിനെല്ലാം നന്ദി പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അല്പം ദോഷമായിട്ട് പറഞ്ഞാൽ നന്ദി പറഞ്ഞു പോവോ? വെയിറ്റ് ആൻഡ് സീ. ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുമെന്നാണ് ജോസ് കെ മാണി മുന്നണി പ്രവേശനം സംബന്ധിച്ച ചോദ്യത്തിന് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വിപ്പ് ലംഘിച്ചതിന് PG ജോസഫിനും മോൻസ് ജോസഫിനും എതിരായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി ഇപ്പോൾ നൽകി. സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന്, വിപ്പ് ലംഘിച്ച MLA-മാർക്ക് രാജ്യസഭാ സീറ്റിൽ വോട്ട് രേഖപ്പെടുത്താതെ വിസമ്മതിച്ചു മാറി നിന്ന 2 MLA-മാർക്കെതിരെയുമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ജോസ് കെ മാണി സ്റ്റിയറിംഗ് കമ്മിറ്റിക്കു ശേഷം മാധ്യമങ്ങളോട് പറയുന്നത്. PJ
ജോസഫിനെ അയോഗ്യനാക്കാൻ വേണ്ടി ആവശ്യപ്പെടും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി സജ്ജമാണെന്ന് അറിയിച്ചു. പക്ഷേ ഏത് മുന്നണിയിൽ നിന്നായിരിക്കും മത്സരിക്കുക എന്ന ചോദ്യത്തിന് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമുണ്ടാവും, അതധികം വൈകുകയുമില്ല എന്നാണ് ജോസ് കെ മാണി മറുപടി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്ക് മുൻപേ തന്നെ മുന്നണി തീരുമാനം ഉണ്ടാകും എന്ന് ജോസ് കെ മാണി പറയുന്നു. UDF-ലേക്ക് തിരികെ പോകുമോ എന്ന ചോദ്യത്തിന് തെറ്റ് തിരുത്താൻ UDF ആവശ്യപ്പെടുന്ന പക്ഷം അത് തെറ്റെന്താണെന്ന് ബോധ്യമാവാത്ത പക്ഷം അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ഇപ്പോൾ ജോസ് കെ മാണി പറഞ്ഞു. PJ ജോസഫിനെതിരെ അയോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. വിപ്പ് പാലിക്കാത്ത MLA-മാർക്കെതിരെ നടപടിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നു. സ്പീക്കർക്ക് പരാതി നൽകുന്നത് റോഷി അഗസ്റ്റിൻ MLA ആയിരിക്കും എന്നുകൂടി ഇപ്പോൾ ജോസ് കെ മാണി പറയുന്നു. CJ ദിൽജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിൽജിത്ത്, ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെന്നാണ് മുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ജോസ് കെ മാണി പ്രതികരിച്ചിരിക്കുന്നത്. അതായത് LDF പ്രവേശന സാധ്യത തള്ളാതെ ജോസ് കെ മാണി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ PJ ജോസഫിനെതിരെ അയോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശ നൽകിയിരിക്കുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നുള്ളതാണ്. റോഷി അഗസ്റ്റിൻ ഉടൻ തന്നെ സ്പീക്കർക്ക് കത്ത് നൽകും എന്നുകൂടി ജോസ് കെ മാണി പറയുന്നു. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ജോസ് കെ മാണി ഇപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം മാധ്യമങ്ങളോട് വിശദീകരിച്ചത്? അരുൺ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തന്ത്രപരമായി ഈ ഒരു നിലപാട് പ്രഖ്യാപിക്കാതെ ഒഴിഞ്ഞു മാറിയാണ് ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനം ഇന്നും നടന്നത്. ഈ യോഗത്തിലടക്കം ഈ മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ സജീവമായി തന്നെ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് ഏത് തരത്തിലുള്ള തീരുമാനമാണ് കൈക്കൊള്ളുക എന്ന് സൂചന പോലും നൽകാതെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുന്നത്. LDF നേതാക്കളുടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണം ഈ പരോക്ഷമായി മുന്നണിയിലേക്ക് ക്ഷണിച്ചത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരുടെ നല്ല വാക്കുകൾക്ക് നന്ദി എന്ന ഒരു പ്രതികരണത്തിൽ മാത്രം ഒരുക്കിക്കൊണ്ടാണ് ജോസ് കെ മാണി സംസാരിച്ചത്. അതോടൊപ്പം ഈ വിപ്പ് ലംഘിച്ച MLA-മാർക്കെതിരായ അയോഗ്യത നടപടി അതിൽ ഊന്നിയുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ജോസ് കെ മാണി നടത്തിയത്. നിയമസഭയിൽ വിപ്പ് നൽകാനുള്ള അധികാരം റോഷി അഗസ്റ്റിനാണെന്ന പ്രതികരണം ജോസ് കെ മാണി ആവർത്തിച്ചു. അതോടൊപ്പം റോഷി അഗസ്റ്റിനാണ് പരാതി നൽകുക. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ നടപടി ഉണ്ടായാൽ ഈ 15 ദിവസം ഈ MLA-മാർക്ക് മാപ്പാപേക്ഷിക്കാനുള്ള ഒരു സമയപരിധി ഉണ്ടായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 15 ദിവസം കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്പീക്കർക്ക് പരാതി നൽകുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ താങ്ക് യു ദിൽജിത്ത്. എന്തായാലും ശരിയായ സമയത്ത് ശരിയായ തീരുമാനം എന്നാണ് മുന്നണി പ്രവേശനം സംബന്ധിച്ച ചോദ്യത്തിന് ജോസ് കെ മാണി മറുപടി നൽകിയിരിക്കുന്നത്. വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ്. അധികം കടന്നു പോവില്ല. ഉപതെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷന് മുമ്പേ തന്നെ മുന്നണി പ്രവേശനം സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകും എന്ന് പറയുന്നു. PJ ജോസഫിനെതിരെ നടപടിക്കുരുങ്ങുകയാണ് ജോസ് കെ മാണി പക്ഷം. വിപ്പ് ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഷി അഗസ്റ്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നുവെന്നും ജോസ് കെ മാണി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു.